السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ ഇപ്പോൾ ഒരു വെള്ളക്കുപ്പിയും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ. ഞാൻ നിങ്ങളോടൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഓർമ്മപ്പെടുത്താനാണ് വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഉസ്താദുമാരായ സഹോദരന്മാർ, കൂട്ടുകാർ, അതായത് പല ആളുകൾക്കും പച്ചവെള്ളം കുടിക്കണമെന്ന് അതിയായ താല്പര്യം ഉണ്ടാവും അല്ലേ. ഏതൊരാളാണെങ്കിലും പച്ചവെള്ളം കുടിക്കാനായിരിക്കും അധികം ഇഷ്ടപ്പെടുക. അതേസമയത്ത് ചില ആളുകൾക്ക് പച്ചവെള്ളം കുടിക്കാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ പച്ചവെള്ളം കുടിച്ചാൽ അവർക്ക് തൊണ്ടവേദന അനുഭവപ്പെടും, വല്ലാതെ തൊണ്ടവേദന ഉണ്ടാകും. പ്രത്യേകിച്ച് ഉസ്താദുമാരായ സുഹൃത്തുക്കള്, കൂട്ടുകാര്, അവർ ചെറുപ്പം മുതലേ ചുടുവെള്ളം കുടിച്ചിങ്ങനെ ശീലിക്കുന്നവരാ. പ്രസംഗിക്കാൻ പോകുന്ന ആളുകളാവട്ടെ, അവരൊക്കെ നല്ല തിളച്ച ചുടുവെള്ളം കുടിക്കും. അവർക്കൊക്കെ പച്ചവെള്ളം കുടിക്കണം അതിയായ താല്പര്യമുണ്ട്. ശരിക്കും നമ്മൾ കുടിക്കേണ്ട പച്ചവെള്ളമാണല്ലേ, നല്ല ശുദ്ധമായ പച്ചവെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. അതിനാണ് വലിയ ഫലമുള്ളത്, നമുക്കൊക്കെ അറിയാം. നല്ല ശുദ്ധിയുള്ളത് കിട്ടണം. പക്ഷേ കുടിക്കാൻ താല്പര്യമുണ്ട്, കുടിച്ചാൽ തൊണ്ടവേദന അനുഭവപ്പെടും. അതുകൊണ്ട് ആരും കുടിക്കാറില്ല. ആ ഒരൊറ്റ പ്രയാസം കൊണ്ട്. ഞാനൊക്കെ ദർസിൽ പഠിച്ചത് മുതൽക്ക് തന്നെ ഉസ്താദ് ചുടുവെള്ളം കുടിക്കും. അത് കണ്ടുകൊണ്ട് നമ്മളങ്ങനെ ചുടുവെള്ളം കുടിക്കും. അങ്ങനെ ഫ്ലാസ്കിൽ വെള്ളം കൊണ്ടുവന്ന് വെക്കും. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്ന് ചുടുവെള്ളം കുടിക്കും. പിന്നെ ജോലിയിലെത്തിയ ശേഷവും ഫ്ലാസ്കിൽ ചുടുവെള്ളം കൊണ്ടുവന്ന് സൂക്ഷിച്ച് അത് കുടിക്കും. കാരണം പച്ചവെള്ളം കുടിക്കാൻ ഇഷ്ടമുണ്ട്, പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടവേദന അനുഭവപ്പെടും. ഇങ്ങനെ വല്ലാതെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു പരിഹാരമാണ്, അഥവാ പച്ചവെള്ളം നിങ്ങൾക്കൊക്കെ കുടിക്കാം. പച്ചവെള്ളം കുടിച്ചതിന്റെ പേരിൽ തൊണ്ടവേദന അനുഭവപ്പെടുന്നവർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ തൊണ്ടവേദന ഇല്ലാതെ എങ്ങനെ പച്ചവെള്ളം കുടിക്കാൻ പറ്റും, അതിനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അത് വളരെ സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതായത് പച്ചവെള്ളം കുടിക്കുന്ന സമയത്ത് അതിന്റെ സുന്നത്തുകളും കാര്യങ്ങളും അല്ല ഞാൻ ഇതിലൂടെ പറയുന്നത്, മറിച്ച് പച്ചവെള്ളം കുടിക്കുമ്പോൾ തൊണ്ടവേദന ഇല്ലാതെ എങ്ങനെ നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ വേണ്ടത്, പച്ചവെള്ളം കുടിക്കുന്ന സമയത്ത് കുറച്ച് വായ്ക്കകത്താക്കിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ഇറക്കിക്കളയാതെ കുറച്ച് സമയം നമ്മളിങ്ങനെ നമ്മുടെ വായ്ക്കുള്ളിൽ ആ പച്ചവെള്ളം ഹോൾഡ് ചെയ്ത് നിർത്തുക. അങ്ങനെ നിർത്തിയ ശേഷം അല്പാൽപമായി കൊണ്ട് ഇറക്കുക. അങ്ങനെ നാം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും പച്ചവെള്ളം കുടിക്കാവുന്നതാണ്. ഞാനൊക്കെ ഒരുപാട് കാലമായിട്ട് ചുടുവെള്ളം കുടിച്ചിരുന്ന ആളാണ്. പക്ഷേ ഈ രൂപത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് പിന്നെ എനിക്ക് എത്ര പച്ചവെള്ളം കുടിച്ചാലും തൊണ്ടവേദന ഇല്ല. ഇപ്പൊ ഞാൻ പച്ചവെള്ളമാണ് കുടിക്കാറുള്ളത്. അപ്പോ തൊള്ളയിൽ നമ്മൾ അല്പസമയം, നമ്മുടെ വായ്ക്കകത്ത് ഒരു അല്പസമയം ഹോൾഡ് ചെയ്ത് വെക്കുക പച്ചവെള്ളം, അതിനുശേഷം ഇറക്കുക. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു വേദനയും തൊണ്ടവേദന ഉണ്ടാവുകയില്ല. പച്ചവെള്ളം കുടിച്ചതിന്റെ പേരിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നർത്ഥം. അതായത് അങ്ങനെ നിർത്താതെ ചില ആളുകൾക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. അങ്ങനെ കുടിക്കാൻ തന്നെ പാടില്ല, നമുക്കറിയാം അല്ലെ. ഒട്ടകം വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കരുത് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അല്പം വായ്ക്കകത്ത് വെള്ളമാക്കിയിട്ട് അതവിടെ നിർത്തിയിട്ട് ഇറക്കുക. വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വായ്ക്കകത്ത് വെക്കുക, പിന്നെ ഇറക്കുക. ഇങ്ങനെ അല്പാൽപമായിക്കൊണ്ട് നാം നിർത്തി ഹോൾഡ് ചെയ്തുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തൊണ്ടവേദന ഉണ്ടാവുകയില്ല. അത് നമുക്ക് ആസ്വദിച്ചുകൊണ്ട് കുടിക്കാവുന്നതുമാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ രൂപത്തിൽ. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുടിക്കുക, കുറച്ച് സമയം വായിൽ നിർത്തുക, എന്നിട്ടും വീണ്ടും ഇറക്കുക. ഇങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ പച്ചവെള്ളം കുടിക്കുന്നതുകൊണ്ട് തൊണ്ടവേദന അനുഭവപ്പെടുന്ന ഏതൊരാൾക്കും ഇൻഷാ അല്ലാഹ് തൊണ്ടവേദന ഇല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.